സാധാരണക്കാരന് ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് നല്ല ക്വാളിറ്റിയും പെർഫോമൻസും ബോഡി വെയിറ്റും ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. മെയിൻ ഹൈലൈറ്റ് ആകെ 20,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തു. എത്ര രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വാഹനം ഇറക്കാം. അതും നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രൈസിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതെ, മൈലേജും മെയിൻ്റനൻസ് കമ്മിയുള്ള ഒരു വണ്ടിയാണ്. ഇത് വെറും 2,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. അതായത് കസ്റ്റമർ എടുത്തു എന്നല്ലാതെ തീരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം. ഷോറൂം കണ്ടീഷൻ വണ്ടി. ഇത് വെറും കസ്റ്റമർ ആണെങ്കിൽ ആകെ 1500 ഓടിച്ചെന്ന് പറയാം. കാരണം ഇത് തിരുവനന്തപുരത്ത് ബൈ റോഡ് 500 ഓടിച്ചത് നിങ്ങൾ ഓടിച്ചു വന്നാണ് അല്ലെ. നമുക്ക് ഫുൾ ഓൺ ചെയ്യാം അല്ലെ. ഫുൾ ഓൺ ചെയ്യാം. ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക്, ലോ മെയിൻ്റെനൻസിലും അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ടയോട്ടന്റെ ഒരു വാഹനം, അതും എത്തിയോസ് ലിവ കേൾട്ടർ രജിസ്ട്രേഷനിലെ ഒറിജിനൽ കേരള വാഹനം. ചെറിയൊരു കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ക്രിസ്റ്റ നോക്കി നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റെപ്പിനൊക്കെ നോക്കി നമ്മൾ തീരെ യൂസ് ചെയ്യാത്ത സ്റ്റെപ്പിനൊക്കെ വരുന്ന ഒരു 7 സീറ്റർ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ആഷ് ബാഗിന്റെ പ്രൈസിനൊക്കെ ഒരു 7 സീറ്റർ SUV നോക്കുന്നവർക്ക് ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിഡ്ലം വാഹനമാണ്. അത് നമ്മൾ നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും, അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നല്ലൊരു കിഡ്ലം വാഹനം നോക്കുന്നവർക്ക് പ്രിഫറബിളി നമ്മൾ നോക്കുമ്പോൾ ലേഡീസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഡേ ഫ്രണ്ട്സ്, ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയി. അപ്പോൾ നമ്മൾ പുതിയ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസിൽ പ്രീമിയം കാർസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് റേഞ്ചിലുള്ള ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് പോഷിംഗുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് ഒത്തിരി പ്രീമിയം പ്ലസ് ഒരു ബഡ്ജറ്റ് കാറുകളുള്ള ഒരു കിഡ്ലം ഷോറൂമാണ് പോഷ്ലിങ്ക്. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സബോമീറ്റർ SUVകളും ക്രിസ്റ്റകളും ഫോർച്യൂണറും എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള സൈത്തേട്ടനാണ്. അതായത് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമുക്ക് പൊളിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? അത്യാവശ്യം നല്ല ഒമ്പിച്ച ഓഫർ. അപ്പൊ നമ്മള് ന്യൂ ഇയറിന് ആദ്യമായിട്ട് ചെയ്യുന്ന ഈ ഒരു 2026 കടന്ന് ഫസ്റ്റ് ഡേയില് വരുന്ന ഒരു നമ്മുടെ വീഡിയോ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് പ്രീമിയം കാറ്റഗറി ഉണ്ട്, അതേപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ച് എല്ലാം നമുക്ക് വരുന്ന ഒരു ഷോറൂം ആണ്. മാക്സിമം നമുക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റൂല. അതായത് നമുക്ക് ടോട്ടൽ ലോസ്, ഫ്ലഡ് അത്തരം വണ്ടികളൊന്നും നമ്മൾ ഡീൽ ചെയ്യുന്നില്ലല്ലോ. 100% ഗ്യാരണ്ടി കൊടുക്കാം അല്ലെ. അപ്പൊ നമ്മൾ പോഷ്ലിങ്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ കറക്റ്റ് വരുന്നത് മലപ്പുറം വള്ളുംപുറം എന്നാണ് സ്ഥലത്തിന്റെ പേര്. അത് പാലക്കാട് കോഴിക്കോട് റൂട്ടിലുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മളെ ഹൈവേ സൈഡിൽ തന്നെയാണ് നമുക്ക് ഷോറൂം വരുന്നത്. അപ്പോൾ മലപ്പുറം, അതായത് പിന്നെ നമുക്ക് കൊണ്ടോട്ടിന്റെ എയർപോർട്ടിന്റെയും മലപ്പുറത്തിന്റെ ഇടയിലായിട്ട് വള്ളോമ്പുറത്താണ് ലൊക്കേഷനും അവൈലബിൾ ആണ്. അപ്പോൾ പോസ്റ്റിലിംഗ് എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ പ്രീമിയം കാർസ് ഒക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാരനൊരു ഡൗട്ട് ഉണ്ടാവും, നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള വാഹനം ഇല്ലെന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്നൊരു സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിൽ ഒരു സബോമീറ്റർ SUV എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ടാറ്റയുടെ പഞ്ച് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗും അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും ഡോൾ ടോണിൽ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ടാറ്റ പഞ്ച്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. വളരെ ലോ കിലോമീറ്റർ ഉള്ളതാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. ഡോൾ ടോൺ ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ലോ കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ ഒരു 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഷോറൂം സർവീസ് ആണ്. ഇപ്പോ റീസെന്റ് സർവീസ് കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്. റെഡി ടു ഡ്രൈവ് ആണ്. എടുക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല, നേരെ റെഡി ടു ഡ്രൈവ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് നേരെ ഫ്യൂൽ അടിച്ച് അങ്ങ് ഓടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. പുഷ്പയുടെ സ്റ്റാർട്ടിങ്ങും അതും 23,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പിൽ 2023 മോഡൽ വണ്ടി അല്ലേ? നമുക്ക് സൈത്തേട്ട എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇത് നമുക്ക് ഫൈനൽ നമുക്ക് 6,60,000 രൂപയ്ക്ക് വണ്ടി 6,60,000 അല്ലേ? അതായത് നമുക്ക് സാധാരണ ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഒരു സബോമീറ്റർ SUV കൊണ്ടുപോകാന്നുള്ളതാണ്. ഇതിന് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 5,500-6 രൂപ വരെ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ട്രാക്കിന് 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വാഹനം ഇറക്കാം. അതും നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രൈസിൽ. ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക്, ലോ മെയിൻ്റെനൻസിലും അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ടയോട്ടന്റെ ഒരു വാഹനം, അതും എത്തിയോസ് ലിവ കേൾട്ടർ രജിസ്ട്രേഷനിലെ ഒറിജിനൽ കേരള വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2014 മോഡല് ഒറിജിനൽ കേരള വണ്ടിയാണ്. 1 lakh കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുണ്ട്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്കാ മെയിൻറ്റൈൻഡ് ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒറിജിനൽ കേരള വാഹനമാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോ മെയിൻ്റെനൻസ് ആണ്. കാരണം ഇത് പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാം അല്ലെ? അതെ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് വെറും 3,30,000 രൂപയ്ക്ക് നമുക്ക് വേണ്ടി 3,30,000 അല്ലേ? അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ ലിവ നോക്കുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും ഇതിന്? 2014 ആണ്. എന്തായാലും നമുക്കൊരു
2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം. സ്റ്റെപ്പിനി ഒക്കെ നോക്കി നമ്മൾ തീരെ യൂസ് ചെയ്യാത്ത സ്റ്റെപ്പിനി ഒക്കെ വരുന്ന ഒരു 7 സീറ്റർ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ആഷ് ബാഗിന്റെ പ്രൈസിനൊക്കെ ഒരു 7 സീറ്റർ SUV നോക്കുന്നവർക്ക് ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിഡ്ലം വാഹനമാണ് മഹീന്ദ്ര ബൊലേറോ നിയോ. ഇത് നമുക്ക് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസലാണ് വരുന്നത്. ഡീസലാണ് അല്ലേ? ഏകദേശം മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കുക ഒരു വാഹനത്തിന്? ഇതിന് നമുക്ക് ലോങ്ങില് നമുക്കൊരു 16-17 ലെവലിൽ നമുക്ക് മൈലേജ് കിട്ടൂല. അത്യാവശ്യം എല്ലാ 4 ഫുൾ കട്ട ടയേഴ്സ് ആണ്. സ്റ്റെപ്പിനി തീരെ യൂസ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വെറും 75,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ല. ഓക്കെ, പക്ക യൂസ്ഡ് ആണ്. ഏറ്റവും ടോപ്പ് ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് എൻട്രൺ ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. 7 സീറ്റർ ആണ്. റിയറിൽ വൈപ്പർ കാര്യങ്ങൾ അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന 70,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പില് 2021 മോഡൽ വണ്ടി. 21 മോഡൽ വണ്ടി, ഡീസൽ വണ്ടിയാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 7,90,000 രൂപയ്ക്ക്. 90 അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? 90% നമുക്ക് ലോൺ ചെയ്യാം. 90% തരാം. 7 ലക്ഷം വരെ തന്നെ ലോൺ ചെയ്യാം. 10-80 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. ഡീസൽ വണ്ടിയാണ്, അതും സിംഗിൾ ഓൺഷിപ്പ് കേട്ടോ. അത് നമ്മളൊരു പ്രീമിയം വെഹിക്കിള്, ഒരു SUV ഒക്കെ നോക്കുന്നവർക്ക് ആ ഒരു പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബെൻസിന്റെ GLA 200 അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ? അതെ, മൈലേജും മെയിൻ്റെനൻസ് കമ്മിയുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ. കേരളത്തിലോട്ട് നമ്പർ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. റീസെന്റ് ഒരു ഡോക്ടർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഓക്കെ, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൾറെഡി നമുക്ക് കേരളത്തിൽ ഇവിടെ എത്തിയിട്ട് അത്യാവശ്യം കാലമായിട്ടുണ്ട് അല്ലേ? നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അത്യാവശ്യം കാലമായിട്ട് ഓടുന്ന ഒരു വണ്ടിയാണ്. സോ നമുക്ക് ഒന്നും ചെയ്യിക്കാനില്ല. അത്രയും 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന മൈലേജ് കിട്ടുന്ന മെയിൻ്റനൻസ് കുറവുള്ള ഒരു പ്രീമിയം വെഹിക്കിൾ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് 12,90,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ചെയ്യാം. 12,90,000 അല്ലേ? ഇതിൽ നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാം? നമുക്ക് ഒരു 80-90% നമുക്ക് ലോൺ ചെയ്യാം. മാക്സിമം നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രീമിയം വെഹിക്കിൾ സ്വന്തമാകും ചെയ്യാം. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 70,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ 70,000 കിലോമീറ്റർ 2014 മോഡൽ അല്ലേ? 2014 മോഡൽ. ചെറിയൊരു കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ക്രിസ്റ്റ നോക്കി നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടയോട്ട ഇന്നോവ ക്രിസ്റ്റ സിൽവർ ഫിനിഷിങ്. അത് നമുക്ക് ടൈപ്പ് 2 വരുന്ന ഒരു അടിപൊളി മോഡൽ കൂടിയ ഒരു വാഹനം, അതും ലോ കിലോമീറ്റർ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡല് G വേരിയന്റിൽ വരുന്നതാണ്. വെറും 70,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. അതായത് 70,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിലുള്ള ഒരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് വാഹനം വരുന്നത്. G4 ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു വാഹനമാണ്. സോ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്കിത് നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, MH രജിസ്ട്രേഷനിലുള്ളത്. നമുക്ക് 14,90,000 രൂപയ്ക്ക് NOC അടക്കം നമുക്ക് ചെയ്യാം. 14,90,000 NOC പ്രൈസിൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞ കിലോമീറ്ററിനാണ് അല്ലേ? വെറും 69 സംതിങ്. അതായത് 7 സീറ്റർ ആണ്, ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിയാണ്. പ്രീമിയം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വാഹനമാണ്. 70,000 കിലോമീറ്റർ, അതും 21 മോഡൽ. അഡീഷണൽ ആയിട്ട് കമ്പനി അലോയ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമല്ല. അടുത്ത വീണ്ടും നമ്മളൊരു ബഡ്ജറ്റ് പ്രൈസിൽ പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് BM-ന്റെ ഒരു 5 സീരീസ് ആണ് വന്നിട്ടുള്ളത്. 520D ആണ്. 2015 മോഡൽ, സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വെഹിക്കിൾ ആണ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വെറും 64,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കയാണ് വണ്ടിയില്ല. ഇന്റീരിയറും എക്സ്റ്ററും ഒക്കെ പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി 5 സീരീസ് വാഹനമാണ്. വെറും 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം. മോഡൽ പറഞ്ഞ 2015 മോഡൽ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് 13,95,000 രൂപയ്ക്ക് നമുക്ക് 13,95 NOC പ്രൈസ് ആണ്. അപ്പോൾ ഒരു ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ചെറിയ കിലോമീറ്റർ ഒരു BM നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വാഹനമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വാഹനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കിലോമീറ്റർ തന്നെയാണ്. അതിന് കൂടുതൽ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൊജക്ടഡ് ലാംപ്സ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, കമ്പനി അലോയ്സ്, 360 ക്യാം, ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, അതും നമുക്ക് ടച്ച് സ്ക്രീന്, നാവിഗേഷന് കാര്യങ്ങൾ, റിയർലി AC വെന്റ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്?
ഇത് വെറും 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. അതായത് കസ്റ്റമർ എടുത്തു എന്നല്ലാതെ തീരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം. ഷോറൂം കണ്ടീഷൻ വണ്ടി. ഇത് വെറും കസ്റ്റമർ ആണെങ്കിൽ ആകെ 1500 ഓടിച്ചെന്ന് പറയാം. കാരണം ഇത് തിരുവനന്തപുരത്ത് ബൈ റോഡ് 500 ഓടിച്ചത് നിങ്ങൾ ഓടിച്ചു വന്നതാണ് അല്ലെ. അപ്പൊ അതാണ് അത്രയും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൽട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ പക്ക പ്രീമിയം ലെവലിൽ ചെയ്തിട്ടുള്ള ഒരു ടയോട്ടന്റെ ഹൈറൈഡർ, അതും സ്മാർട്ട് ഹൈബ്രിഡ് ഇല്ല. 2024 ലാസ്റ്റ് ആണ് ജി ഓപ്ഷനിലാണ് വേരിയന്റ് വരുന്നത്. പിന്നെ 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ഹൈ ക്വാളിറ്റിയിൽ നിലനിൽക്കുന്ന വണ്ടിയാണ്. ഇന്ത്യയിൽ അതും കമ്പനി വാറണ്ടി ഇല്ല, കമ്പനി വാറണ്ടി ബാക്കിയുള്ള വണ്ടിയാണ്. അതിന്റെ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ് 360 ക്യാമോ. അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനം. ഓഫർ പ്രൈസ് ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 13,60,000 രൂപയ്ക്ക് വണ്ടി ചെയ്യാം. അപ്പൊ ഒരു പുതിയൊരു വാഹനം നോക്കുമ്പോൾ 5 ലക്ഷം രൂപ തന്നെ നമുക്ക് ഷോറൂം പ്രൈസിനേക്കാൾ കുറവാണ്. കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് കൂടി നമുക്ക് സേവ് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അതും നമുക്ക് ഫുൾ ഓൺ ചെയ്യാം അല്ലെ. ഫുൾ ഓൺ ചെയ്യാം. ഇത് നമ്മളൊരു കുട്ടി ക്യൂട്ട് വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു മിനി കൂപ്പർ അല്ലെ. അതെ, 2018 മോഡല്, സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 3 ഡോർ ആണ് വരുന്നത്. സോ നമുക്ക് പക്ക ക്യൂട്ടായിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. അതും എസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ബ്ലാക്കിൽ ഒരു ചെറിയൊരു മിനി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇന്ത്യൻ സൈഡ് നോക്കി നിങ്ങൾ പുതിയൊരു വാഹനത്തിന്റെ മാതിരി അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു കിടിലം വെഹിക്കിൾ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല അഡീഷണൽ കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സൈലൻസർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കുറെ വർക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അത്ര നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി. എത്ര കിലോമീറ്റർ? സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലനിൽക്കുന്നത്. നിലവിൽ കർണാടക രജിസ്ട്രേഷനിലുള്ളത്. നമുക്കിത് ഇപ്പൊ ഓഫറിന്റെ ഭാഗമായിട്ട് 28,90,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ചെയ്യാൻ പറ്റും. നമുക്ക് 90% ലോണും ചെയ്യും. ലോൺ ചെയ്യാം. ഒരു ഏകദേശം ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഹൈലൈറ്റ് ആകെ 20,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. പക്ക 20 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വെഹിക്കിൾ ആണ്. മോഡൽ പറഞ്ഞ 2018 വണ്ടിയാണ്. 2018. അപ്പൊ നമുക്കൊരു പെറേറി നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ. ഇതിൽ JCWയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഫുള്ള് വർക്ക് എടുത്തുള്ള വണ്ടിയാണ്. സൈലൻസർ കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലോ കിലോമീറ്റർ 20,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോഡിഫിക്കേഷന് പ്ലസ് ലോ കിലോമീറ്റർ ആണ് വരുന്നത്. ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു Audi Q3 പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന പക്ക ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2016 മോഡല് Audi Q3 ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ കാര്യങ്ങൾ കേരള സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. വെറും 90,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. കറക്റ്റ് ഷോറൂം സർവീസ് കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനൽ കേരള വാഹനമാണ്. അതും ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പിൽ കിടക്കുന്ന ഒരു വാഹനം അല്ല. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? വെറും 16,50,000 രൂപയ്ക്ക് ഇപ്പൊ ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് 16,50,000 ഒരു Audi Q3 നമുക്ക് കൊണ്ടുപോകാം. അതും ഒറിജിനൽ കേരള വാഹനം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റുന്നത്? നമുക്കൊരു 80% 90% നമുക്ക് ലോൺ. സാധാരണക്കാരന് ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് നല്ല ക്വാളിറ്റിയും പെർഫോമൻസും ബോഡി വെയിറ്റും ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. സ്കോഡ റാപ്പിഡ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡല് 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വേരിയന്റുള്ള വണ്ടിയാണ്. യെസ്, സോ നമുക്ക് ലോ മെയിൻ്റെനൻസ് ആയിരിക്കും. അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും അതേപോലെ തന്നെ ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. ഇന്ത്യൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കിഡ്ല ഇന്റീരിയർ ആണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വെഹിക്കിൾ അല്ല. അത് നമുക്ക് 70,000 കിലോമീറ്റർ. നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് 4,40,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ചെയ്യാം. 4,45 ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അത് നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ലോണും ചെയ്യാം. ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു വലിയൊരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. അത് നമ്മൾ നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നല്ലൊരു കിടിലൻ വാഹനം നോക്കുന്നവർക്ക് പ്രിഫറബിളി നമ്മൾ നോക്കുമ്പോൾ ലേഡീസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഹുണ്ടായുടെ ഓറ. നല്ല സ്പേസും നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഒരു സെമി പ്രീമിയം ലെവലിൽ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ നിലനിൽക്കുന്ന വണ്ടിയാണ്. വെറും 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, SX പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. യെസ്, അപ്പൊ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം. അത് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് അല്ലേ. അപ്പോൾ സ്മാർട്ട് ഓട്ടോ ആണ് വരുന്നത്. സോ ഏറ്റവും ടോപ്പ് എൻഡില് നല്ല കംഫർട്ട് ആയിട്ടുള്ള വെഹിക്കിൾ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വാഹനം? 6,80,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ചെയ്യാം. അപ്പൊ ഒരു 10-60 രൂപ ഉണ്ടെങ്കിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ വാഹനം ഇറക്കും ചെയ്യും. ഹോസ്റ്റലിംഗിലായിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അടുത്തൊരു പാർട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ വരുന്നുണ്ട്.
ആ ഒരു പാർട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ഓഫർ റേറ്റിന് ഇതുവരെ പറഞ്ഞതിനേക്കാൾ മാക്സിമം പൊട്ടിച്ചിട്ടുള്ള റേറ്റിൽ ഒരു സ്പെഷ്യൽ ഓഫർ സ്കീമായിട്ടാണ് അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നത്. സോ അതിൽ അത്യാവശ്യം നല്ലൊരു 10-20ഓളം വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടാനുണ്ട്. സോ നമുക്ക് ഇത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സൈത്തേട്ടൻ നമ്മളെ ഒരു പോസ്റ്റിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വെള്ളോമ്പ്രാണ് സ്ഥലം വരുന്നത്. ഇത് പാലക്കാട് കോഴിക്കോട് റൂട്ടിലാണ് ഈ വെള്ളോമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തവണ വെയിറ്റ് ചെയ്തോളി, മിസ്സാക്കേണ്ട. മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീഡിയോ കാണാം. റിയാസ് ആൻഡ് സജിത് സൈനിങ് ഓഫ്.